നിഫ്റ്റിയെ സംബന്ധിച്ച് 21,982 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചത്. തുടർന്ന് അതിനുശേഷം 21,986 വരെ പോയെങ്കിലും നിലവിൽ 21,945 എന്ന റേഞ്ചിൽ 52 പോയിന്റ് ഇടിഞ്ഞാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50ക്ക് 21,700 21,800 ഈ ഒരു റേഞ്ചിൽ നല്ല സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ മൈ എക്സ്പെക്ടേഷൻ ആ സപ്പോർട്ട് ഇന്ന് നിലനിർത്താൻ സാധിക്കും. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിങ്ങിന് വേണ്ടി നമുക്ക് പ്രിപ്പയർഡ് ആകാം. ഓക്കെ പ്രദീപ് സാർ, അതോടൊപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കൂടി ചോദിക്കാറുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഇന്നലെ പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിനെ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം RBIയുടെ ഭാഗത്തുനിന്ന് ചില മെഷേഴ്സ് വന്നതിനെ തുടർന്ന് അവർ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് നിർത്തിവെച്ചിരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. ഇതേ തുടർന്ന് ഫെഡറൽ ബാങ്കിന്റെ ഓഹരികൾ 2% ഇടിവും നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കമ്പനി ഫെഡറൽ ബാങ്ക് താങ്കൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വളരെയധികം സംസാരിച്ച ഒരു കമ്പനി തന്നെയായിരുന്നു. അപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ഇപ്പോഴുള്ള ഔട്ട്ലുക്ക് എങ്ങനെയാണ്? ഈ ഒരു ഇടിവ് ബൈയിങ് അവസരമായി കാണേണ്ടതുണ്ടോ? ഫെഡറൽ ബാങ്കിന് നമുക്ക് ഒറ്റപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു വ്യൂ നൽകാൻ സാധിക്കത്തില്ല. ഫെഡറൽ ബാങ്കിന്റെ കൂടെ തന്നെ നമ്മൾ എൻറ്റയർ ബാങ്കിങ് സെക്ടറിനെ കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. സോ ഇന്നലെ RBIയുടെ ഒരു നടപടിയെ തുടർന്ന് അല്ല ഫെഡറൽ ബാങ്കിന്റെ കേസിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാനിടയത്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിങ് സ്റ്റോക്സിലും ഇന്നലെ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാനിടയായി. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ഫെഡറൽ ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായും തുടരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 143 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഈ ഒരു ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറുമെങ്കിൽ 155 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതോടൊപ്പം ഇന്നത്തെ വിപണിയിൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് 0.39% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 976 രൂപ റേഞ്ചിലാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കമ്പനിയെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അവർ പുതിയൊരു വെഹിക്കിൾ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. തമിഴ്നാട് സർക്കാരുമായിട്ട് ഒപ്പുവെച്ചു എന്നുള്ളത് ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികളിൽ ഇന്ന് നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? മോട്ടോഴ്സിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് സ്റ്റോക്കിൽ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം കാര്യമായിട്ട് ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടില്ല. സോ ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് വളരെ വളരെ റിസ്കി ആയിരിക്കും. നമുക്കൊരു ട്രേഡിംഗ് അവസരം നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 920 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കാം. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വരും സെഷൻസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഓക്കെ സർ, അതിന്റെ ഒപ്പം തന്നെ ഈ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെന്റിൽ ഒരു സെല്ലിംഗ് ഓഫ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അതേഴ്സ് ഫിയർഫുൾ ആവുമ്പോൾ നമ്മൾ ഗ്രീഡി ആകണം എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഈ മിഡ് ക്യാപ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്പേസിൽ താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റോക്കുകൾ ഒരു വാല്യൂ ബൈയിങ് അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ നിക്ഷേപകർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഈ കറക്ഷൻ സ്റ്റേജിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓഹരികൾ ഏതെങ്കിലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഫോർച്യുനേറ്റ്ലി മനസ്വരി, നമ്മൾ മറക്കാൻ പാടില്ലാത്തത് നമ്മൾ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഇന്നലെയും അതിന്റെ തൊട്ട് മുൻപുള്ള 2 സെഷൻസിൽ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്പേസിൽ നമുക്കൊരു സെൽ ഓഫ് കാണാൻ ഇടയായത്. സോ ഇൻ അതർ വേർഡ്സ്, സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിൽ ഒരു ബെയറിഷ്നെസ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു ബെയറിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത്തരം സ്റ്റോക്സിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ആ ഒരു സെൽ ഓഫ് കഴിഞ്ഞിട്ട് ആ സ്റ്റോക്സ് ഒക്കെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് മാർക്കറ്റിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നിഫ്റ്റി ഹെവി വെയ്റ്റ്സിൽ ശ്രദ്ധ കൊടുക്കുക. എസ്പെഷ്യലി ദോസ് സ്റ്റോക്സ് വിച്ച് ഹാവ് അണ്ടർഗോൺ എ ബിഗ് കറക്ഷൻ. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സ്റ്റോക്ക് ഇസ് HDFC Bank. ആൻഡ് HDFC Bank ഇന്ന് അറ്റ് ദ മൊമെന്റ് അറൌണ്ട് 1% സ്റ്റിൽ ഇറ്റ് ഇസ് ഡൗൺ. ഈ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ പേ ലോട്ട് ഓഫ് അറ്റൻഷൻ. ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നല്ലൊരു സെൽ ഓഫ് നടന്നിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ നോട്ട് സിഗ്നൽഡ് ബോട്ടം. ബ്രിട്ടാനിയയുടെ കേസ് എടുക്കുമ്പോഴേക്കും നല്ല സെൽ ഓഫ് നടത്തിയിട്ടുണ്ട്, ബോട്ടം കൺഫേം ആയിട്ടില്ല.
അതുപോലെ തന്നെ നമ്മളിപ്പോൾ ITCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നല്ല സെൽ ഓഫ് നടന്നിട്ടുണ്ട്, ബട്ട് ബോട്ടം കൺഫേം ആയിട്ടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം നല്ല ഫൈനാൻഷ്യലി സ്ട്രോങ് സ്റ്റോക്സ് വിച്ച് ഹവ് അണ്ടർഗോൺ കറക്ഷൻ ആൻഡ് വിച്ച് ആർ വെരി ക്ലോസ് ടു ദ ബോട്ടം, അത്തരം സ്റ്റോക്സിലായിരിക്കണം നമ്മൾ ഫോക്കസ് അറ്റ് ദ മൊമെന്റ് കൊടുക്കേണ്ടത്. റെയിൽ സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസും കൂടി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഇന്നത്തെ വിപണിയിൽ പല റെയിൽവേ ഓഹരികളിലും ഇന്നൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു കനത്ത ഇടിവിന് ശേഷം ഇന്ന് പല ഓഹരികൾക്കും വളരെയധികം ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും റെയിൽ ടെലിന്റെ ഓഹരികൾ 5% ഒരു നേട്ടത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട്. RVNL 3% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ടെക്സ്മാക്കോ 5%-ലധികം നേട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇർക്കോണിന്റെ ഓഹരികൾ 3%-ലധികം നേട്ടം രേഖപ്പെടുത്തുന്നു. ജൂപ്പിറ്റർ വാഗൺസിൽ 4% ഒരു നേട്ടം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആകെ ഓറിയന്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഓഹരികൾ മാത്രമാണ് 4% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. റെയിൽ ഓഹരികളെ സംബന്ധിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു റെയിൽ ഓഹരിയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? The answer is no. കാര്യം ഓൾമോസ്റ്റ് ഈ പറഞ്ഞ എല്ലാ റെയിൽവേ സ്റ്റോക്സിന്റെയും ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആണ്. ഇന്ന് നമ്മൾ ഈ മാർക്കറ്റിൽ ഒരു റിക്കവറി കാണുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഷോർട്ട് കവറിംഗ് മാത്രം. ഇത് ഒരിക്കലും ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ പ്രദീപ് സാർ, അതിന്റെ ഒപ്പം തന്നെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡെക്സ് ഒരു ബിയറിഷ് മോഡിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നിക്ഷേപകർ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് തയ്യാറെടുക്കേണ്ട സമയം കൂടിയാണോ ഇത്? നമ്മൾ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിൽ നമ്മൾ പ്യോർ സ്പെക്കുലേഷന് വേണ്ടി ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് അത്തരം കമ്പനികളുടെ ഫൈനാൻഷ്യൽസിൽ അത്ര മികച്ചതല്ലെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഇസ് എ ടൈം ടു ലുക്ക് ടു വൈൻഡ് അപ്പ് ദ പൊസിഷൻ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരും ആഴ്ചകളിലും വരും മാസങ്ങളിലും ഒക്കെ നമ്മൾ ഇലക്ഷന്റെ ഡേറ്റ്സിനോട് അടുക്കും തോറും മാർക്കറ്റിൽ ഹയർ വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രോങ് കമ്പനീസിലായിരിക്കണം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്.